ഹായ് ഗൈസ്, എല്ലാവർക്കും പവിത്രം പ്രൊമോ റിവ്യൂവിലേക്ക് സ്വാഗതം. അങ്ങനെ അച്ചമ്മ വീട്ടിലെത്തി എല്ലാവരും കെട്ടുനിറയുടെ ഒരുക്കങ്ങളുമായി തിരക്കിലാണ്. വേദയും വിക്രമും പരസ്പരം നോക്കുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടുന്നില്ല. പിന്നീട് വേദ ഒറ്റയ്ക്ക് നിന്ന് കരയുന്നുണ്ട്. ഇത് കണ്ട് കമല വന്ന് കാരണം ചോദിക്കുമ്പോൾ സങ്കടം താങ്ങാനാവാതെ ഞാൻ ഇവിടെ നിന്നും പോവാ അമ്മേ, ഇവിടുത്തെ എൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് പറയാണ് വേദ. കമല വേദയുടെ മുഖത്ത് നോക്കുമ്പോൾ വേദയുടെ കണ്ണുകളൊക്കെ കലങ്ങി മുഖമൊക്കെ ചുവന്നിരിക്കുന്നുണ്ട്. ഇങ്ങനെയൊരു തീരുമാനം എടുക്കാൻ എന്താ മോളെ കാര്യം എന്ന് കമല ചോദിക്കുന്നുണ്ട്. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല അമ്മേ എന്ന് പറയുന്നു. അതിനുശേഷം വിക്രമും കമലയും സംസാരിക്കുന്നുണ്ട്. വേദയുടെ ഈ മാറ്റത്തിനു കാരണം ചിലപ്പോൾ ശ്രീനി സർ ആവാം. ശ്രീനി സാറിൻ്റെ പേര് അവളൊരു മറയായിട്ട് ഉപയോഗിക്കുക. ഞാനൊന്ന് മലയ്ക്ക് പോയി വരട്ടെ, ഇതിനൊരു പരിഹാരം അപ്പോൾ കാണാം എന്ന് പറയുന്നുണ്ട് വിക്രം. വിക്രം വിചാരിച്ചാൽ പരിഹാരം ഉണ്ടാവുകയും ചെയ്യും എന്ന് കമലയ്ക്കും അറിയാം. എന്നാലും കമല തുടർന്നു. പക്ഷേ അപ്പോഴേക്കും വിക്രം ചോദിച്ചു, അപ്പോഴേക്കും വേദ ഇവിടെ ഉണ്ടാവില്ല എന്ന് പറയുന്നു. അതിനുശേഷം വേദ ശ്രീജയടത്തിയെയും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ശ്രീജയെയും വേദ വേദനിപ്പിച്ചുവല്ലോ. അന്നേരം അച്ചമ്മ വരുന്നുണ്ട്. അയ്യയ്യോ, എന്തിനാ ഈ കരയുന്നേ എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും മുഖമൊക്കെ തുടച്ച് രണ്ടുപേരും ചിരിക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് മുറ്റത്തെ വിളക്കൊക്കെ കൊളുത്തി ഭജന ആരംഭിക്കാറായി. എല്ലാവരും വളരെ മനസ്സുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ചമ്മ വേദ എവിടെ എന്ന് ചോദിച്ചതും കമല തിരിഞ്ഞ് വേദ എന്ന് വിളിച്ചു. വിളി കേട്ട വേദയെ കാണിക്കുന്നുണ്ട്. സെറ്റുമുണ്ടൊക്കെ ഉടുത്ത് സുന്ദരിയായി തൊഴുവാൻ വരുന്ന വേദയെ എല്ലാവരും കണ്ണിമ വയ്ക്കാതെ നോക്കുന്നു. ശരിക്കും ഒരു ദേവി പോലെ തിളങ്ങി വേദയപ്പോൾ. ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.